1207 സെപ്റ്റംബർ 29 അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക പണ്ഡിത കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു റൂമി. അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? കണക്കുകൾ സൂക്ഷിക്കാനാകാത്ത, ധനികനാകാൻ ഇഷ്ടപ്പെടാത്ത, നഷ്ടം സംഭവിച്ചേക്കുമോ എന്ന ഭയമില്ലാത്ത, സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ഒരുവനുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ സ്വതന്ത്രൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പല സങ്കടങ്ങൾക്കും കാരണം എന്താണെന്നറിയാമോ? നമ്മിൽ തന്നെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എങ്ങനെ പറയും, നമ്മൾ എങ്ങനെ ചെയ്താൽ അവരെന്തായിരിക്കും അതിനെക്കുറിച്ച് വിലയിരുത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടേതായ രീതികളിലെ അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യത്തുള്ളൂ. നമ്മുടെ ഇൻറ്റൻഷൻ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ റീസൺസ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഉചിതമായിട്ടുള്ള നിർണ്ണയിക്കാനുള്ള കഴിവ് മറ്റുള്ളവർക്കുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് നമ്മളല്ലേ വരയ്ക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വരയ്ക്കാനും നമ്മളെക്കുറിച്ച് ചിത്രീകരിക്കാൻ നമ്മൾ ബ്രഷും പെയിൻറ്റും ഒക്കെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വരയ്ക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനെ വികൃതമാക്കി കളയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നത് നമ്മളിൽ തന്നെയാണ്. സൊസൈറ്റിയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പല വിചിന്തനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരിക്കലെങ്കിലും എന്നിൽ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ചിന്തിക്കുമ്പോൾ പോലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ മാസ്റ്റർ നമ്മൾ തന്നെയായിരിക്കണം. അപ്പോഴാണ് നമുക്ക് റിയലായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മിൽ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.